നമസ്കാരം. ഹൗ യുവർ സെൽഫ് ടോക്ക് ഷേപ്സ് യുവർ ലൈഫ്. നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിക്കളയാം. പക്ഷെ സ്വയം സംസാരിക്കാതിരുന്നാലോ? അപ്പോൾ ചോദിക്കും, പിറുപിറുക്കുന്നതാണോ സ്വയം സംസാരമെന്ന്? ഒരിക്കലുമല്ല. നല്ല നല്ല കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുക, നമ്മളോട് തന്നെ ഇടയ്ക്കൊക്കെ സംസാരിക്കുക. എങ്കിൽ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളാണ് സ്ഥിരമായി നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല, എനിക്കൊന്നിനും കഴിയില്ല. ഞാൻ നേരത്തെ ചെയ്ത ചില വീഡിയോകളുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. എന്നിരുന്നാൽ പോലും സെൽഫ് ടോക്ക് എന്ന ഒരു വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് പറയുന്ന ചില നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പിന്തുടരുന്നുണ്ട്. ഇന്നു മുതൽ അത് മാറ്റി പിടിക്കുക. ചില വാക്കുകൾ തെറ്റാം, മനുഷ്യനല്ലേ. തെറ്റിയാൽ അത് മാറ്റുക എന്നുള്ളതല്ല, തെറ്റിയത് സമ്മതിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പോസിറ്റീവ് അഫർമേഷൻസ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നെഗറ്റീവാണെങ്കിലോ താഴേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ദിവസവും നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കുക. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറയുക. കാരണം നിങ്ങളുടെ ബ്രെയിൻ അതെല്ലാം കേൾക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതവും മാറും. എന്നെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിയും, ഞാൻ വിചാരിച്ചാൽ നടക്കും, എന്നോട് അദ്ദേഹം മിണ്ടും, എനിക്ക് ഇന്ന ആളുമായിട്ടുള്ള ബന്ധം നല്ലതാക്കാൻ കഴിയും, എനിക്ക് എല്ലാവരുമായി സന്തോഷമായി പോകാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കുവാൻ കഴിയും, എൻ്റെ കടങ്ങളെല്ലാം തീരും, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി മാറി സാമ്പത്തിക വിജയത്തിലേക്ക് ഞാൻ പോകും, എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, എൻ്റെ പ്രൊഫഷനിൽ ഞാനാണ് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നത്, എനിക്ക് പുതിയ ഷോർട്ട് ഫിലിംസ് ചെയ്യുവാൻ കഴിയും, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ കഴിയും. ഇങ്ങനെ സ്ഥിരമായി പറഞ്ഞു നോക്ക്. ഇതറിയാതെ നിങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്താഗതികളെയും മാറ്റി ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവായി സംസാരിക്കുക. പക്ഷെ നിങ്ങളോട് ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കണം. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കല്ലേ, പിന്നെ നിങ്ങളോടല്ലാതെ വേറെ ആരോടാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ആരുടെയാണ്? നിങ്ങളുടെയാണ്. ശരിയല്ലേ? നിങ്ങൾ ആരോടൊക്കെ സംസാരിച്ചാലും നിങ്ങളുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാം. വളരെ സന്തോഷമായിരിക്കും ബ്രെയിനിന് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന്. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വയം നല്ല കാര്യങ്ങൾ സംസാരിച്ച് സെൽഫ് ടോക്ക് ഡെവലപ്പ് ചെയ്ത് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുക. നിങ്ങളുടെ ജീവിതം ഭംഗിയുള്ളതാവും, വിജയിക്കും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു.